വണ്ടിയുടെ പ്ലേറ്റ് നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. അടിച്ചു കൊടുത്തിട്ട് ഇത് കോയിൻ ഇടണം. ഇത് 2 ഓപ്ഷൻ വന്നു കേട്ടോ. ഇപ്പോൾ കോയിൻ ഇട്ട് കൊടുക്കുക. മാപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കോളേജിൻ്റെ മാപ്പാണ്. കോളേജിൻ്റെ മാപ്പല്ലേ. പിന്നെ ന്യൂസിലാൻഡിൽ വന്നപ്പോൾ ഒരുപാട് മോഡൽ ചെറിയ ചെറിയ വണ്ടികളുണ്ട്. ഇത് വേറൊരു മോഡലാണ് വണ്ടി. ഇത് ഏതാ ബ്രാൻഡ്? എന്തായാലും അടിപൊളിയാണ് കേട്ടോ. സംഭവം കൊള്ളാം. ചെറിയൊരു ഫാൾസാണ്. ഇപ്പോൾ ചിലപ്പോൾ ഈ മഴക്കാലം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗ്രോ ട്രാവൽ. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട്, ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു വാട്ടർഫാൾസ് ഉണ്ട്. ചെറിയൊരു വാട്ടർഫാൾസ്. അവിടെ വരെ ഒന്ന് പോകാം കേട്ടോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂണിറ്റെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ശരിക്കും. അപ്പോൾ യൂണിറ്റെക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ബാക്ക് സൈഡായിട്ടൊക്കെ വരുന്നത്. അത് കണ്ടുപിടിക്കണം ഞങ്ങൾക്ക് പോയിട്ട്. ശരിക്കും അവിടെ പാർക്കിംഗ് ചാർജ് അതാണൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഒരു ചെറിയൊരു നമ്മുടെ നാട്ടിലെ മാതിരത്തെ വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ അതിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൗത്ത് സൈഡിലുണ്ടല്ലേ, ന്യൂസിലാൻഡിൽ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടൊന്ന് പോകാം, ഒന്ന് കാണാം കേട്ടോ. വണ്ടിക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ ഇവിടെ നമുക്ക് റൈറ്റിലേക്ക് കയറി നിൽക്കാം കേട്ടോ. ആ റോഡിലേക്ക് കയറി നിൽക്കാം. അപ്പുറത്ത് കയറിയാൽ മതി. അവിടെ ഒരു ആരോട്ടറുണ്ട്. ആ സെൻറ്റർ ഏരിയയിൽ കയറി നിൽക്കാവുന്ന ഏരിയയാണ്. റൈറ്റിലേക്ക് തിരിയാവുന്ന വാഹനങ്ങൾ നമുക്ക് സെൻറ്ററിൽ കയറ്റി നിർത്താം. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് തന്നെ വണ്ടിക്ക് നേരെ സ്ട്രൈറ്റ് പോകണമല്ലോ. സ്ട്രൈറ്റ് പോകണ വണ്ടിക്ക് സ്ട്രൈറ്റ് പോവുകയും ചെയ്യാം. അത് ഇതാണ് കേട്ടോ യൂണിടെക്കിൻ്റെത് ഒരു എൻട്രൻസ് ആണിത്. ഇവിടെ മാസ്റ്റേഴ്സൊക്കെ പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. നാട്ടിൽ നിന്നൊക്കെ പഠിക്കുന്നവരുണ്ടല്ലേ, ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇഷ്ടംപോലെ ഇവിടെ പാർക്ക് ചെയ്യണ്ട, അപ്പുറം പാർക്ക് ചെയ്യാം. നമുക്ക് അടുത്ത ഇതിൽ പാർക്ക് ചെയ്തിട്ട് നടക്കാനാണ് പറയാം. അപ്പോൾ അതൊരു IT കമ്പനി കേട്ടോ അവിടെ കാണുന്നു. കോൺസെൻട്രിക്സ്. അതെയോ? ആ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ ഇലകളൊക്കെ മാറി തുടങ്ങിയല്ലേ. ഇവിടെ നിന്ന് കയറായിരുന്നില്ല. നമുക്ക് അപ്പുറത്തല്ല പാർക്ക് ചെയ്യണ്ടേ? അല്ല, അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ കൺസ്ട്രക്ഷൻ നടക്കാം. അതെയോ? ഓക്കെ. ഞാനതോ അപ്പം തിരിച്ചിട്ട് വരാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറാൻ പറ്റുമോ? അല്ലേ ലെഫ്റ്റ് കയറാൻ പറ്റുമോ? നമുക്ക് എക്സിറ്റ് ആണോ എൻട്രി ആണോ എന്നറിയില്ല. അവിടെ പാർക്കിങ്ങിന് ചാർജുള്ള ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യണം. ഇവിടെ നോക്കിയിട്ട് എത്ര മണിക്കൂറാണെന്ന് നോക്കിയിട്ട് നമുക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇവിടുത്തെ ട്രീകളുടെയൊക്കെ ഒരു ഇത് മാറി തുടങ്ങിയിട്ടോ. അല്ലേ, ഇലകളുടെയൊക്കെ ഇത് മാറി തുടങ്ങിയിട്ട് നല്ല ഭംഗിയായി തുടങ്ങിയിട്ടോ ഇവിടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഇവിടെ വരുമ്പോൾ സ്കാൻ ചെയ്യണം. ഇവിടെ ഒരു QR കോഡ് ഉണ്ട് കേട്ടോ. QR കോഡ് വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താം കേട്ടോ. ഇതൊന്ന് ടച്ച് ചെയ്താൽ മതി അല്ലേ. ടച്ച് ചെയ്താൽ മതി. QR കോഡ് വരും. സ്കാൻ ചെയ്യുക. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കാർഡ് വെച്ച് പേ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ കോയിൻ ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വണ്ടിയുടെ പ്ലേറ്റ് നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. അടിച്ചു കൊടുത്തിട്ട് ഇത് കോയിൻ ഇടണം. ഇത് 2 ഓപ്ഷൻ വന്നു കേട്ടോ. അപ്പോൾ കോയിൻ ഇട്ട് കൊടുക്കുക. കോയിൻ ഇട്ട് കൊടുത്തു. ഇതേ കണ്ടിന്യൂ കൊടുത്തപ്പോൾ റെസിപ്റ്റ് കിട്ടും അല്ലേ. $2 ആണോ? റെസിപ്റ്റ് സ്കാൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ റെസിപ്റ്റ് അതിൽ നിന്നും QR കോഡ് തന്നെയാണ് കേട്ടോ റെസിപ്റ്റിന്. അതെടുത്ത് നമ്മൾ പേ ചെയ്ത് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ നടന്ന് ഇങ്ങനെ പോകണം. നടന്ന് പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കിടന്ന് എങ്ങോട്ടോ പോകണമെന്ന് അറിയില്ല കേട്ടോ. അതൊന്ന് ചോദിക്കാം അല്ലേ. ഇതാണ്ടോ മരങ്ങളൊക്കെ അല്ലേ, മരങ്ങളുടെ ഇലകളൊക്കെ മാറി തുടങ്ങിയല്ലേ. ഇലകളൊക്കെ മാറി തുടങ്ങിയിട്ട് നല്ല ഭംഗിയുള്ള അല്ലേ, ഓറഞ്ച് കളറും അല്ലേ, നല്ല ഭംഗിയുള്ള കളർ. എവിടെയാണ് നമ്മളുടെ ഇത് പറഞ്ഞ പുതിയ ഇലകളൊക്കെ വന്നൊരു സ്ഥലം പറഞ്ഞ? അത് റോഡ് അല്ലേ? റോഡ് അല്ലേ. ഇവിടുന്ന് എത്ര കിലോമീറ്ററാ? 2 മണിക്കൂർ. ആ, ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിലാണ്. ഇതാണ് കേട്ടോ അവരുടെ ലൈബ്രറിയും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കയറാം ഫ്രീ ആയിട്ടല്ല, ഒരു വിഷയമില്ല. നാട്ടിലെ മാതിരിയല്ല, സെക്യൂരിറ്റി അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. ഇവിടെ താഴേക്കോ, താഴേക്കിറങ്ങോ. ഇവിടെ നമ്മളിവിടെ നിന്നൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് അല്ലേ ഇറങ്ങിപ്പോൾ ഒരു വിഷയമില്ല കേട്ടോ. എന്നാലും
എന്തായാലും ഇത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. അടുത്ത ലൈബ്രറിയൊക്കെയാണ് ഞാൻ കാണിച്ചത്. കയറി ചെല്ലുമ്പോൾ ഒരു ടെമ്പിൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ടെമ്പിളാണ്. ഇത് ഉറവയാണോ ഇത്? ഇവിടെ വെള്ളം ഇത് ക്ലീൻ, നല്ല ക്ലീൻ വാട്ടർ ഉണ്ടല്ലോ. ഇത് എവിടെ നിന്നേക്ക് വരുന്നതാ? ഓ, ഇത് ക്ലീൻ അല്ലേ? ഇവിടുത്തെ വെള്ളം കണ്ടോ? നല്ല ക്ലീനായിട്ട് കിടക്കുന്ന വെള്ളം അല്ലേ? എവിടെ നിന്നോ വരുന്നതാണ്ടോ? ഇവരെ ടെമ്പിളാണ് ഈ കാണുന്നത്. ഇതാണ്ടോ, മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ കുറേ ടെമ്പിളുകളുണ്ട് കേട്ടോ. അവരുടെ കൾച്ചർ ശരിക്കും അവരുടെ ഒരു കൾച്ചർ സ്റ്റൈലിലാണ് ചെയ്തിട്ടേക്കണേ. കണ്ടോ കണ്ടോ അവരുടെ അല്ല, ആ ഒരു മരത്തിൻ്റെ വർക്കൊക്കെ കണ്ടോ? മരത്തിൽ ചെയ്തേക്കണേ അല്ല, ഫുള്ള് മരമായത്. ഇവിടെ കോൺക്രീറ്റിൻ്റെ സംഭവം ഇല്ലല്ലോ. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ ടെമ്പിളുള്ളത്. ഇവിടെ കുറേ കാര്യങ്ങൾ അവർ ഇത് ചെയ്യാറുണ്ട്. ഇവരുടെ കുറേ റിലീജിയസ് സ്റ്റൈലിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടാണെന്ന് പറയുന്നത് കേട്ടാ. അപ്പം ഇത് ഈ സൗത്ത് സൈഡിലേക്ക് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നത്. സുജിത് ഭക്തനൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ കുറേ വീഡിയോ. അപ്പം ഈ ഒരു സ്റ്റൈലിലുള്ള ടെമ്പിളാണ് ഞാനും കണ്ടത്. അവർ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അവരുടെ ആ ഒരു മറ്റേതില്ലേ ഡ്രസ്സൊക്കെ ഇട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി വരും. ഇത് എനിക്ക് തോന്നുന്നു ഇത് തടിയാണ്. ഇത് തടിയാട്ടോ, ഫുള്ള് തടിയാണല്ലേ? തടിയിൽ ചെയ്ത സ്റ്റീൽ എന്തോ വെച്ചിട്ട് ഒരു ലൈറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. നമ്മള് എവിടെ ചെന്നാലും അല്ലേ ഈ ലൊക്കേഷൻ മാപ്പ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇതിൻ്റെ ഒരു ലൊക്കേഷൻ മാപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നോക്കിയിട്ട് നമുക്ക് ആ വെള്ളച്ചാട്ടം ഉള്ളിടത്തേക്ക്, വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ വലിയതൊന്നുമല്ല കേട്ടോ അല്ലേ? നിങ്ങൾ അവിടെ നാട്ടില്ല അത് പ്രതീക്ഷിക്കും. നല്ല ഭംഗിയാന്ന് തോന്നുന്നത്. ഇതിനകത്ത് മാപ്പ് ഉണ്ട് കേട്ടോ അവിടെ. ഇത് കോളേജിൻ്റെ മാപ്പാണ്. കോളേജിൻ്റെ മാപ്പ് അല്ലേ? അല്ല, കോളേജിൻ്റെ മാപ്പില് ഓപ്പൺ സ്പേസ് ഇതില്ലേ, ഷവർ, ഗേറ്റ്, വേറെ ഒന്നുമില്ല അല്ലേ? ഓ, ഇത് ശരിക്കും യൂണിറ്റെക്കിൻ്റെ മാപ്പാണ് കേട്ടോ. അത് ഈ ക്യാമ്പസിൻ്റെ മാപ്പാണ്. പിന്നെ ന്യൂസിലാൻഡിൽ വന്നപ്പോൾ ഒരുപാട് മോഡൽ ചെറിയ ചെറിയ വണ്ടികളുണ്ട്. ഇത് വേറൊരു മോഡലാണ് വണ്ടി. ഇത് ഏതാ ബ്രാൻഡ്? ഇത് പിന്നെ വിൽവിയെ ബ്രാൻഡ് ഉണ്ടോ? വിൽവി. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. കൊള്ളാല്ലേ? അടിപൊളി. പൂക്കളൊക്കെ അതെ. ഇതുണ്ട്. ഇതിൻ്റെ ഇലകൾ കണ്ടോ? റെഡായിട്ടാ, ഫുൾ റെഡായത് കണ്ട. ഭയങ്കര ഒരു ഭംഗിയാണല്ലോ അല്ലേ? നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ന്യൂസിലാൻഡ് തന്നെയാണ്. അതെ. അല്ല, സ്വിറ്റ്സർലാൻഡും കേട്ടിട്ടുണ്ട് നല്ല ഇതാണെന്ന്. നമ്മുടെ നാട്ടിലെ സീസൺസ് കുറവല്ലേ? റെയിനി സീസണും വിന്റർ സീസണും. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയതേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാം കേട്ടോ. കണ്ടോ, ഒരു ചെറിയ നാരോ റോഡാണ് കേട്ടോ ഉള്ളിൽ. നമുക്ക് അല്ല വാക്കിംഗ് അല്ല മാത്രമേ ഉള്ളൂ. ഡോഗ് അലൗഡ് അല്ലാന്നാണ് എഴുതിക്കണതില്ല. ഡോഗ് അലൗഡ് അല്ലാന്നാണ്. അല്ലല്ല, ഇതൊരു ചെറിയ പാത്ത് വേ ആണ് കേട്ടോ. നമ്മളിങ്ങനെ നടന്ന് പോവാം ഇതിൽ കൂടെ. താഴത്തേക്ക് ഇറങ്ങണം എന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് ഇറങ്ങണം. ഇതൊരു ഇറക്കമുണ്ട്, നല്ല ഇറക്കമാണ് കേട്ടോ. ഓ, നല്ല അടിപൊളി ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് കിടന്നാൽ കണ്ട അവർ പോകണമെന്ന് തോന്നുന്നു. അതെയോ? അടിപൊളി. വാവ്. ഒരു വ്യൂ അല്ലേ? എൻ്റെ മോനെ, എന്താ ഭംഗി. അടിപൊളി അല്ലേ? അടിപൊളിയാണ് ഈ സ്ഥലമൊക്കെ. വുഡൻ ബ്രിഡ്ജ് ആണ്ടത് കണ്ടോ അല്ലേ? സെറ്റ് ബ്രിഡ്ജ് അല്ലേ? അടിപൊളി. ഇതൊരു ചെറിയ വാട്ടർഫാൾസ് ആണ് കേട്ടോ. ഇവിടെ അതുമല്ല കേട്ടോ, ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അല്ലേ? അതെ, കൊള്ളാം. ഇവിടെ നമുക്ക് ഇരുന്നിക്കാൻ കുറേ നേരം റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്.
കേട്ടോ വാട്ടർഫാൾസ്. ഒരു ചെറിയതല്ലേ, പക്ഷെ നല്ല ഭംഗിയല്ല. അതിൻ്റെ ഒരു ഭംഗിയൊന്ന് വേറെ തന്നെ ഉണ്ടോ, ആ വെയിലും. ഞങ്ങളിതൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ. അവിടെ ഇരിക്കാം കേട്ടോ, ഇതൊന്ന് വിശ്രമിക്കാം നമുക്ക് വേണമെങ്കിൽ. ഇത് ഇത്തിരി കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് കേട്ടോ, അതൊന്നും ചെയ്തിട്ടില്ല അവർ. ജിയോ അതിൻ്റെ ഉള്ളിലേക്ക് വരണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിലും പോകട്ടോ. മുകളിലേക്ക് കയറാൻ പറ്റുമോ നോക്കാം. ടോപ്പിലേക്ക് കയറാമോ? എന്താ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ കേട്ടോ? അവിടെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? വാവ്, അവിടെ പോണ്ട കേട്ടോ. അവിടെ നിന്ന് ചിലപ്പോൾ സ്ലിപ്പ് ആവട്ടോ. അങ്ങോട്ട് പോണ്ട കേട്ടോ, അങ്ങോട്ടൊന്നും പോണ്ട. എന്തായാലും അടിപൊളിയാണ് കേട്ടോ, സംഭവം കൊള്ളാം. ചെറിയൊരു ഫാൾസാണ്. ഇപ്പോൾ ചിലപ്പോൾ ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ നല്ല മഴയത്തൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം വരും. ഇതൊരു ശരിക്കും ഒരു ചെറിയൊരു കുഴിയാണ് ഇവിടെ കേട്ടോ. കുഴിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ പോവാണ്. ഇവിടെ 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 നോക്കാം, ഇത് കൂടെ കയറാം. ഓ, ഇത് പോയി കിടക്കണ്ടേ, സൂക്ഷിച്ചു തന്നെ. സ്റ്റെപ്പ് പോയണ്ടേ, ഇവിടെ സ്റ്റെപ്പ് പോയണ്ട് കേട്ടോ, സൂക്ഷിച്ചു. ഇവിടെ ഒരാളും വരുന്നില്ലെന്ന് തോന്നുന്നു. ഇങ്ങോട്ടാരും വരവില്ല. അതാണ് ഒന്നാമത് അവിടെ പണി നടക്കുകയാണല്ലോ, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾ വന്ന വഴിക്ക് മുഴുവനും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നും ഇങ്ങോട്ട് ഇപ്പോൾ വരുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷനോട് ചേർന്ന് നടക്കണേ കൊണ്ട് കൂടുതൽ ആൾക്കാരും കൂടി ഇറങ്ങുന്നില്ല അല്ലേ, അതായിരിക്കാം. ഇവിടെ എന്നാലും നല്ല രസമാണ് കേട്ടോ. അതെ, വാ, കൊള്ളാലേ. ഇവിടുന്ന് അങ്ങോട്ട് പോകട്ടോ നമുക്ക്. ഇവിടുന്ന് വേയുണ്ട്. ഒരുപാട് വെള്ളമൊന്നുമില്ല അല്ലേ, കുറച്ച് വെള്ളമുള്ളൂ. അതെ അതെ, അവിടെ എന്തോ വർക്ക് നടക്കണ്ട കേട്ടോ. ഇങ്ങോട്ട് റോഡ് അല്ലേ, റോഡ് എന്തോ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ. അതെ വേണ്ട, അത് ചെയ്യണ നോക്കി. അത് അവരതിന് ഒരു കെട്ടിയേക്കാണത്, കെട്ടിയിട്ടാണ് മെറ്റൽ കൊണ്ടുവന്നിട്ടേക്കാണ് കേട്ടോ മുഴുവനും. വേണ്ട, ഇവിടെ റോഡ് വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊരു ചെറിയ വീഡിയോ ആട്ടോ കിട്ടാൻ. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്താണ് ഈ പ്ലേസ്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ ഓക്ലൻഡിലുള്ളവർക്ക് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ മൗണ്ട് ആൽബർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് യൂണിടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. യൂണിടെക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ മതി. അവിടെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഫീ ഉണ്ട്. അതിനൊരു $1 ചാർജ് വരും 1 hour കേട്ടോ. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് ഇവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണമെങ്കിൽ പോകാം. അടിപൊളി സ്ഥലമാണ്. എന്തായാലും ചെറിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ചിലപ്പോൾ ഈ റെയിനി സീസണിലൊക്കെ ചിലപ്പോൾ ഒന്ന് കൂടി വരാനല്ലേ സാധ്യതകളുണ്ട് കേട്ടോ. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനും ഇതൊക്കെ ഞാൻ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു.